അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 17 തിങ്കളാഴ്ച. ലഹരിക്കെതിരെ നാടുണരുന്നു, ശക്തമായ നടപടിക്ക് സർക്കാർ. സംസ്ഥാന വ്യാപക റെയ്ഡിന് സമഗ്ര പദ്ധതി തയ്യാറാക്കാൻ പോലീസ് എക്സൈസ് ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ADGP മനോജ് എബ്രഹാമിനാണ് ഏകോപന ചുമതല. എക്സൈസ് കമ്മീഷണറും നോഡൽ ഓഫീസറാകും. ഇരു വകുപ്പുകളും ചേർന്ന് ലഹരി മാഫിയ സംഘത്തിന്റെ സമഗ്രമായ ഡാറ്റാബേസ് തയ്യാറാക്കും. അന്തർ സംസ്ഥാന ബസ്സുകളിലും വാഹനങ്ങളിലും സംയുക്ത പരിശോധനകൾ നടത്തും. സംസ്ഥാനത്ത് ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി. ഈ മാസം 24-നാണ് യോഗം. മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി തുടങ്ങുന്ന നടപടികളും യോഗത്തിൽ തീരുമാനിക്കും. കോളേജ് ഹോസ്റ്റലിലടക്കം കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ സംയുക്ത ഓപ്പറേഷന് പോലീസും എക്സൈസും തീരുമാനമെടുത്തിട്ടുണ്ട്. രാജ്യത്ത് വിവിധയിടങ്ങളിലായി 163 കോടിയുടെ ലഹരിവേട്ട. ഗുവാഹത്തി, ഇംഫാൽ സോണുകളിൽ നിന്ന് 88 കോടിയുടെ ലഹരിമരുന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടി. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ പോലീസ് അടക്കം ഏജൻസികൾ ലഹരിവേട്ട സജീവമാക്കിയിരിക്കുന്നത്. ലഹരിമുക്ത ഭാരതമെന്ന കേന്ദ്ര സർക്കാർ നടപടിക്ക് ശക്തി പകരുന്ന നടപടിയെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സംഘത്തെ അഭിനന്ദിച്ചു. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിന് കൂടുതൽ ശക്തി പകരാൻ പുതിയ സേനാംഗങ്ങൾക്കാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31B ബാച്ചിലെ 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കളമശ്ശേരി പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി അനുരാജാണ് പിടിയിലായത്. ശനിയാഴ്ച രാത്രിയാണ് അനുരാജിനെ പിടികൂടിയത്. അനുരാജാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പിടിയിലായ മറ്റു പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നയിക്കുന്ന ചെന്നൈയിലെ പ്രതിഷേധ സംഗമത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് CPM കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിരുന്നു. മണ്ഡല പുനർനിർണയ നീക്കത്തിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന MK സ്റ്റാലിന്റെ ആവശ്യം ന്യായമെന്നാണ് CPM അഭിപ്രായം. ഇടുക്കി ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്നലെയും മയക്കുവെടിവെക്കാൻ കഴിഞ്ഞില്ല. കടുവ കാട്ടിലേക്ക് കയറിയതായാണ് നിഗമനമെന്ന് കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. ശനിയാഴ്ച രാത്രി വരെ ഗ്രാമ്പി പള്ളിക്ക് സമീപം കണ്ട കടുവയെ ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുമെന്നും കടുവയെ കണ്ടാൽ മയക്കുവെടിവെക്കാൻ സജ്ജമാണെന്നും കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. കൊച്ചി വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ വീടും പുരയിടവും നഷ്ടപ്പെട്ടവർക്കായി രൂപവൽക്കരിച്ച 2ാം ഘട്ട പുനരധിവാസ പദ്ധതിക്ക് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. നേരത്തെയുള്ള പാക്കേജിൽ മതിയായ സംരക്ഷണം ലഭിക്കാത്തവർക്കാണ് 2ാം ഘട്ട പാക്കേജ് നടപ്പിലാക്കുന്നത്. സിയാൽ സബ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മന്ത്രി P രാജീവ് മുൻകൈയെടുത്താണ് 2ാം ഘട്ട പാക്കേജിന് രൂപം നൽകിയത്. സർക്കാരിന്റെ വരുമാന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട വകുപ്പായ രജിസ്ട്രേഷൻ വകുപ്പ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 5500-ലധികം കോടി രൂപയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. 2023-24 5013.67 കോടി രൂപയായിരുന്നു വരുമാനം. എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ക്യാഷ്ലെസ് സംവിധാനം ഏപ്രിൽ മുതൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ജില്ലകളിൽ ലഭിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മാർച്ച് 20 വരെ മിക്ക ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. കോഴിക്കോട് താമരശ്ശേരിയിലെ അനധികൃത ട്യൂഷൻ സെന്ററുകൾ പൂട്ടാൻ ഉത്തരവിറക്കി വിദ്യാഭ്യാസ വകുപ്പ്. ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി.
വിദ്യാർത്ഥി സംഘർഷത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിലങ്ങാട്ടെ ദുരിതബാധിതർക്കായി തയ്യാറാക്കിയ പുനരധിവാസ പട്ടികയെക്കുറിച്ച് വ്യാപക പരാതി. ഉരുൾപൊട്ടൽ നേരിട്ട നിരവധി കുടുംബങ്ങൾ സർക്കാർ തയ്യാറാക്കിയ ആദ്യഘട്ട പട്ടികയിൽ നിന്നും പുറത്തായി. ദുരിതബാധിതരായ 53 കുടുംബങ്ങളിൽ 21 പേർ മാത്രമാണ് പട്ടികയിലുള്ളത്. 15 ലക്ഷം രൂപയുടെ പാക്കേജിൽ നിന്നാണ് നിരവധി കുടുംബങ്ങൾ പുറത്തായത്. അർഹരായ പലരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന വ്യാപക പരാതിയാണ് വിലങ്ങാട് നിന്നും ഉയരുന്നത്. അധ്യാപകനെ തരൂ എന്ന മുദ്രാവാക്യവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബ് ടെക്നോളജി വിദ്യാർത്ഥികൾ സമരത്തിലേക്ക്. 230 വിദ്യാർത്ഥികൾക്ക് വേണ്ടി 3 അധ്യാപകർ മാത്രമാണ് ആകെയുള്ളത്. +2 ഉയർന്ന മാർക്ക് നേടി MLTക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വിഷമിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ BSc മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി വിദ്യാർത്ഥികളാണ് സമരത്തിനിറങ്ങുന്നത്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയായി TR രഘുനാഥനെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനം MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും അറിയിച്ചു. അന്തരിച്ച AV റസലിന്റെ പിൻഗാമിയായാണ് TR രഘുനാഥൻ കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിലെ അലോഷിയുടെ സംഗീത പരിപാടിയിൽ പാർട്ടി കൊടിയും ചിഹ്നവും പ്രദർശിപ്പിച്ചതിനെ തള്ളി ക്ഷേത്ര ഉപദേശക സമിതി. പാട്ടിനൊപ്പം LED വാളിൽ കൊടിയും ചിഹ്നവും കാണിച്ചത് തെറ്റാണെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് S വികാസ് പറഞ്ഞു. സംഘാടകർക്ക് സംഭവിച്ച ശ്രദ്ധക്കുറവ് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തും. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉയർന്ന വിവാദങ്ങളിൽ ദുഃഖമുണ്ടെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ IOC DGM അലക്സ് മാത്യുവിന്റെ പക്കൽ വൻ നിക്ഷേപവും മദ്യശേഖരവും. കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസ് വൻ നിക്ഷേപത്തിന്റെ രേഖകൾ പിടിച്ചെടുത്തു. ഇയാളുടെ വീട്ടിൽ വൻതോതിൽ മദ്യശേഖരവുമുണ്ടെന്നാണ് വിജിലൻസ് വിശദമാക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശോധനയ്ക്കയച്ച ശരീരഭാഗങ്ങളുടെ സാമ്പിളുകൾ എടുത്തുകൊണ്ടുപോയ കേസിൽ ആക്രി കച്ചവടക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സൂപ്രണ്ടിന്റെ പരാതിയിലാണ് UP സ്വദേശി ഈശ്വർ ചന്ദിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. സംഭവത്തിന് പിന്നാലെ ഒരു സംഘം ആൾക്കാർ തന്നെ മർദ്ദിച്ചുവെന്ന് ഈശ്വർ ചന്ദ് മൊഴി നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപ്രിയരായ സീനിയർ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള തന്ത്രവുമായി കോൺഗ്രസ്. പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ 18 അടവും പയറ്റാനാണ് ശ്രമം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, N ശക്തൻ തുടങ്ങിയ നേതാക്കളെ മത്സരരംഗത്തിറക്കാനാണ് പാർട്ടിയിൽ ആലോചന. വ്യാജ LSD കേസിൽ കുറ്റാരോപിതയായ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഷീല സണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയ സംഭവം അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനാണ് ഇവർ മൊഴി നൽകിയത്. തനിക്കറിയാവുന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞുവെന്നും കേസിൽ എക്സൈസിനും പങ്കുണ്ടെന്നും ആരോപിച്ച് ഷീല സണ്ണി കേസ് കാരണം ജീവിതം തന്നെ തകർന്നുവെന്നും പറഞ്ഞു. കനത്ത മഴയിൽ നിറഞ്ഞൊഴുകിയ ഓടയിൽ വീണ് കോഴിക്കോട് കോവൂരിൽ ഇന്നലെ രാത്രി ഒരാളെ കാണാതായി. കോവൂർ സ്വദേശി ശശിയാണ് ഓടയിൽ വീണത്. കോവൂർ MLA റോഡിൽ മണലേഴി താരത്തെ ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഓടയുടെ സമീപം നിൽക്കുകയായിരുന്ന ശശി കാൽ വഴുതി ഓടയിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായി അനുമാനിക്കുന്നത്. 2 കിലോമീറ്ററോളം ദൂരം ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇയാളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വൈക്കം വെച്ചൂർ ചേരംകുളങ്ങരയിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കുടവെച്ചൂർ സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്ക് ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് മരത്തിലിടിച്ച് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി തടയണയിലൂടെ സഞ്ചരിച്ച കാർ രാത്രിയിൽ പുഴയിലേക്ക് പതിച്ചു. കാറിലുണ്ടായിരുന്ന 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം കോട്ടയ്ക്കൽ ചെങ്ങോട്ടൂർ മന്ദാരത്തോടി വീട്ടിൽ ബാലകൃഷ്ണൻ, സദാനന്ദൻ, വിശാലാക്ഷി, രുക്മിണി, കൃഷ്ണപ്രസാദ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. തിരുവല്ലുവാമലയിലെ കുത്താമ്പുളിയിൽ നിന്നും കൈത്തറി തുണികളും മറ്റും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം.
താമരശ്ശേരി പെരുമ്പള്ളിയിൽ നിന്ന് മാർച്ച് 11-ാം തീയതി മുതൽ കാണാതായ പെൺകുട്ടി തൃശൂരിലെത്തിയതായി കണ്ടെത്തി. 14-ാം തീയതി തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിലാണ് എത്തിയത്. പെൺകുട്ടി നടന്നുവരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി. ബന്ധുവായ യുവാവിനെയും ദൃശ്യങ്ങളിൽ കാണാം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് അഭിമുഖം പുറത്ത്. അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാന്റെ പോഡ്കാസ്റ്റിലാണ് 3.25 മണിക്കൂറോളം മോദി സംസാരിച്ചത്. മോദി എന്ന പേരല്ല, ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്തെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അസാമാന്യ ധീരനെന്നും വാഴ്ത്തി. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായാണ് താൻ ആദ്യമായി നിരാഹാരം അനുഷ്ഠിച്ചതെന്നും അഭിമുഖത്തിൽ മോദി പറഞ്ഞു. 3.5 മണിക്കൂറിലേറെ നീണ്ട പോഡ്കാസ്റ്റിൽ RSSനെയും പ്രധാനമന്ത്രി പുകഴ്ത്തി. ഇതിനെല്ലാം പുറമെ തന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും പിതാവിന്റെ അച്ചടക്കത്തെക്കുറിച്ചും അമ്മയുടെ ത്യാഗങ്ങളെക്കുറിച്ചുമെല്ലാം പ്രധാനമന്ത്രി പോഡ്കാസ്റ്റിൽ മനസ്സ് തുറക്കുന്നുണ്ട്. കർണാടകയിൽ യുവനടി രമ്യ റാവു സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ കർണാടക DGP K. രാമചന്ദ്ര റാവു നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു. കർണാടക സ്റ്റേറ്റ് പോലീസ് ഹൌസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD പദവിയിൽ നിന്നാണ് K. രാമചന്ദ്ര റാവു നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചത്. 12.56 കോടി വില വരുന്ന 1850 പവൻ സ്വർണവുമായി മാർച്ച് 3-നാണ് യുവനടി അറസ്റ്റിലായത്. 75 കോടി രൂപയുടെ MDMAയുമായി 2 വിദേശ വനിതകൾ പിടിയിൽ. ദില്ലിയിൽ നിന്ന് ബാംഗ്ലൂരുവിൽ വന്നിറങ്ങിയ 2 സ്ത്രീകളിൽ നിന്നാണ് 37.87 കിലോ MDMA പിടിച്ചത്. കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് ഇത്. പിടിയിലായ 2 സ്ത്രീകളും ദക്ഷിണാഫ്രിക്ക സ്വദേശികളാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വെളിപ്പെടുത്താതെ ഇടയ്ക്കിടെ യാത്ര ചെയ്യുകയാണെന്ന ആരോപണവുമായി BJP. വെളിപ്പെടുത്താത്ത ഇത്തരം യാത്രകൾ പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ലെന്നും ദേശീയ സുരക്ഷയ്ക്ക് ആശങ്കയാണെന്നും BJP നേതാവ് രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിൽ പോലും അദ്ദേഹം ഇത്രയും സമയം ചെലവഴിച്ചിട്ടില്ലെന്നും BJP നേതാവ് കുറ്റപ്പെടുത്തി. ആധാറും വോട്ടർ ID കാർഡും ബന്ധിപ്പിക്കുന്നതിൽ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. വോട്ടർ നമ്പർ ഇരട്ടിപ്പ് പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൊവ്വാഴ്ച വിളിച്ചു ചേർത്തിരിക്കുന്ന ആഭ്യന്തര നിയമ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനം വന്നേക്കും. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിലെ ഭിന്നത മുതലെടുക്കാനുള്ള ശ്രമത്തിൽ കോൺഗ്രസ്. ഇടഞ്ഞു നിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെയെയും NCP അജിത് പവാർ പക്ഷത്തെയും സഖ്യത്തിൽ നിന്ന് അടർത്തി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും കോൺഗ്രസിൽ ചേരുകയാണെങ്കിൽ ഇരുവർക്കും തവണ വ്യവസ്ഥയിൽ മുഖ്യമന്ത്രിയാകാമെന്ന് കോൺഗ്രസ് നേതാവ് നാനാ പട്ടോലെ വാഗ്ദാനം നൽകി. സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം ഒഴിവാക്കിയ വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ബജറ്റും ഹിറ്റ് തമിഴും ഹിറ്റ് എന്നായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം. തമിഴ് ഇഷ്ടമില്ലാത്തവരാണ് രൂപയുടെ ചിഹ്നം ഒഴിവാക്കിയത് പ്രശ്നമാക്കുന്നതെന്നും സ്റ്റാലിൻ പറഞ്ഞു. കേന്ദ്രവിഹിതം തരാത്ത ധനമന്ത്രിയാണ് തമിഴ്നാടിനെ വിമർശിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ തന്നെ തമിഴിലെ രൂ ഉപയോഗിച്ചിട്ടുണ്ടെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 36ആയി. മിസോറിയിൽ മാത്രം 14 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ കോടികളുടെ നാശനഷ്ടമുണ്ടായെന്നാണ് വ്യക്തമാകുന്നത്. 7 സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ബന്ധം ചുഴലിക്കാറ്റ് താറുമാറാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് T20 കിരീടം നേടി ഇന്ത്യൻ മാസ്റ്റേഴ്സ്. ബ്രയൻ ലാറ നയിക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചാണ് സച്ചിൻ ടെണ്ടുൽക്കർ നയിക്കുന്ന ഇന്ത്യ കിരീടം നേടിയത്. ടോസ് നേടി ബാറ്റിംഗിനെത്തിയ വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസെടുത്തു. 149 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 17.1 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 50 പന്തിൽ 74 റൺസ് നേടിയ അമ്പാട്ടി റായുഡുവാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. ക്യാപ്റ്റൻ സച്ചിൻ ടെണ്ടുൽക്കർ 18 പന്തിൽ 25 റൺസെടുത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.